ChatGPTയും ഗൂഗിൾ ജെമിനിയും തിളങ്ങി നിൽക്കുമ്പോഴാണ് ഡീപ്സീക്ക് എന്ന താരോദയം ഉണ്ടായത്. ദിവസങ്ങൾക്കുള്ളിൽ ആഗോള സാമ്പത്തിക വിപണിയും സാങ്കേതിക വളർച്ചയും ഞെട്ടിച്ചുകൊണ്ടുള്ള വരവായിരുന്നു അത്. AI മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വൻതോതിൽ പണം ചെലവാക്കണം. ഉദാഹരണത്തിന് ഓപ്പൺ AIയുടെ ChatGPT 540 ദശലക്ഷം ഡോളർ ചെലവഴിച്ചാണ് യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ ഇതിൻ്റെ ഏകദേശം 100-ലൊന്ന് ചെലവ് മാത്രമേ ഡീപ്സീക്ക് ലോഞ്ച് ചെയ്യാൻ വന്നിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചെലവ് കുറഞ്ഞ കൂടുതൽ കാര്യക്ഷമതയുള്ള മോഡൽ ചൈനീസ് കമ്പനി മുന്നോട്ട് വെച്ചതോടെ സിലിക്കൺ വാലിയിലെ NVIDIA, മെറ്റ, ആൽഫബറ്റ് അടക്കമുള്ള വൻകിട കമ്പനികൾക്ക് വൻ തിരിച്ചടിയേറ്റു. കമ്പനികളുടെ വിപണി മൂല്യവും കുത്തനെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങിയതോടെ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഡീപ്സീക്ക് മുന്നോട്ട് വെച്ചത് ഒരു ഓപ്പൺ സോഴ്സ് മോഡലായിരുന്നു. എന്നുവെച്ചാൽ ആർക്കും സൗജന്യമായി ഉപയോഗിക്കാനും പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനും വിതരണം ചെയ്യാനും കഴിയുന്ന സോഫ്റ്റ്വെയർ മോഡലായിട്ടായിരുന്നു ഡീപ്സീക്കിൻ്റെ വരവ്. ഇതിൻ്റെ കോഡ് എല്ലാവർക്കും ലഭ്യമാണ്. ഇത് AI സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്ക് ഏറെ സഹായകരമാകുന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ChatGPTയുടെ പ്രത്യേക സേവനങ്ങൾ ചാർജ് ഈടാക്കുമായിരുന്നു. ChatGPTയും ഗൂഗിൾ ജെമിനിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ GPUകളിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഡീപ്സീക്കിനെ വ്യത്യസ്തമാക്കുന്നത്. വാസ്തവത്തിൽ ഇത് തന്നെയാണ് ചെലവ് വൻതോതിൽ കുറയ്ക്കാൻ സഹായിക്കുന്നതും. GPU എന്നാൽ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റാണ്. കമ്പ്യൂട്ടറുകളിൽ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. GPUകൾക്ക് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ പാരലൽ പ്രോസസ്സിംഗ് സാധ്യമായതിനാൽ AI മോഡലിൽ മെഷീൻ ലേണിംഗും സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ്, ഫൈനാൻഷ്യൽ മോഡലിംഗ് തുടങ്ങിയ കമ്പ്യൂട്ടേഷണൽ വർക്ക് ലോഡുകൾ കൈകാര്യം ചെയ്യാൻ GPUകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയും ഒരു പുതിയ ജനറേറ്റീവ് AI ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ ബഡ്ജറ്റുകളെക്കാട്ടിലും ഗവേഷണത്തെയും രാജ്യത്തെ AI സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുതിയ എക്കോസിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കാനുള്ള നയപരിപാടികളാണ് AI പ്രഖ്യാപിക്കുന്നത്. എന്തായാലും AI ലോകത്ത് ഇന്ത്യക്ക് ആധിപത്യം നേടിയെടുക്കണമെങ്കിൽ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാൽവെപ്പ് അത്യാവശ്യമാണ്. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയും ഈ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.